ഓക്കെ, ഈ ഒരു വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് നോക്കാൻ പോകുന്നത് ബ്ലഡും അത് റിലേറ്റ് ചെയ്ത് കിടക്കുന്ന പോർഷനും ഒരു ചെറിയ ടോപ്പിക്കാണ്. അതിനെ ബേസ് ചെയ്ത് നമ്മുടെ SSCക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് മെയിനായിട്ട് നോക്കാൻ പോകുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, സോ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ബ്ലഡ് ഇൻ വിച്ച് പാർട്ട് ഓഫ് ദ ബോഡി ബ്ലഡ് പ്രൊഡ്യൂസ്ഡ്? SSC-CGL 2019 ക്വസ്റ്റ്യൻ ആണ്. ബോഡിയുടെ ഏത് പാർട്ടിലാണ് ബ്ലഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ബോൺ മാരോ ആണ് ആൻസർ വരുന്നത്. ബോൺ മാരോ. അപ്പം ഞാൻ ഇനി ബ്ലഡിനെ പറ്റി പറയാം. ബ്ലഡ് എന്ന് പറയുന്നത് ഒരു ഫ്ലൂയിഡ് ആയിട്ടുള്ള കണക്റ്റീവ് ടിഷ്യൂ ആണ്. ബ്ലഡ് എന്ന് പറയുന്നത് ഒരു ഫ്ലൂയിഡ് കണക്റ്റീവ് ടിഷ്യൂ ആണ്. ഓക്കെ, നമ്മുടെ ശരീരം എടുത്തു കഴിഞ്ഞാൽ, നമ്മുടെ ബോഡി എടുത്തു കഴിഞ്ഞാൽ അതിൽ അപ്രോക്സിമേറ്റ്ലി 7-8% ബ്ലഡ് കാണുന്നത്. ബ്ലഡിൻ്റെ പി എച്ച് വാല്യൂ എന്ന് പറയുന്നത് 7.35 തൊട്ട് 7.45 ഇടയിലാണ് ബ്ലഡിൻ്റെ pH വാല്യൂ. ഇത് നമുക്കറിയാം 7 മുകളിലോട്ടുള്ളത് ബേസിക്കും 7 താഴോട്ടുള്ളത് അസിഡിക്കുമാണ്. സോ ഇത് സ്ലൈറ്റ്ലി ബേസിക്കാണ്. ബ്ലഡ് എന്ന് പറയുന്നത് സ്ലൈറ്റ്ലി ബേസിക്കാണ്. ഇനി ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരാളുടെ ഇതെടുത്തു കഴിഞ്ഞാൽ, ബോഡി എടുത്തു കഴിഞ്ഞാൽ ഏകദേശം 5 തൊട്ട് 6 ലിറ്റർ വരെ ബ്ലഡാണ് ഹ്യൂമൻ ബോഡിയിൽ ഉള്ളത്. അത് മെയിലിൻ്റെ കേസ്. ഫീമെയിലിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഇത് ഒരു 4 to 5 വരും. 5 ലിറ്ററിൻ്റെ അടുപ്പിച്ച് ഇത് വരും. ഇനി ബ്ലഡിന് മെയിനായിട്ടും 2 പാർട്ടാണുള്ളത്. അതിൽ ഒന്നാമത്തെ പാർട്ട് നമ്മൾ പ്ലാസ്മ എന്ന് പറയും. രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത് ബ്ലഡ് കോർപ്പസ്ക്യൂൾസ് എന്ന് പറയും. ഒന്നാമത്തെ പാർട്ടിനെ നമ്മൾ എന്തെന്ന് പറയും? പ്ലാസ്മ എന്ന് പറയും. രണ്ടാമത്തെ പാർട്ടിനെ എന്തെന്ന് പറയും? ബ്ലഡ് കോർപ്പസ്ക്യൂൾസ് എന്ന് പറയും. ബ്ലഡിലെ ലിക്വിഡായിട്ടുള്ള പാർട്ടിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പ്ലാസ്മ എന്ന് പറയുന്നത്. ബ്ലഡിൻ്റെ ലിക്വിഡായിട്ടുള്ള പാർട്ടിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പ്ലാസ്മ എന്ന് പറയുന്നത്. നമ്മുടെ ബ്ലഡിൽ 55% ഇതും ബാക്കി 45% ഇതുമാണ് വരുന്നത്. ഇത് ആക്ച്വലി നിങ്ങൾ ഈ പേര് കണ്ടിട്ട് പേടിക്കേണ്ട. ഇത് ബ്ലഡ് കോർപ്പസ്ക്യൂൾസ്. ബ്ലഡ് കോർപ്പസ്ക്യൂൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ WBC RBC എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതിൽ BC എന്ന് പറയുന്നത് കോർപ്പസ്ക്യൂൾസിനെ, ബ്ലഡ് കോർപ്പസ്ക്യൂൾസിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് ബ്ലഡിലെ ലിക്വിഡായിട്ടുള്ള പാർട്ടിനെ നമ്മൾ എന്തെന്ന് പറയും? പ്ലാസ്മ എന്ന് പറഞ്ഞു. ഈ പ്ലാസ്മയിൽ തന്നെ 55% ബ്ലഡിൽ പ്ലാസ്മയുള്ളത്. ഈ പ്ലാസ്മയിൽ 90%-ഓളം വെള്ളമാണ് വരുന്നത്. പ്ലാസ്മയിലെ 90% വാട്ടറും ഒരു 7% പ്രോട്ടീനുമായിട്ടാണ് ഈ പ്ലാസ്മ വരുന്നത്. ഈ പ്ലാസ്മയുടെ മെയിനായിട്ടുള്ള ഫങ്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡൈജസ്റ്റഡ് ഫുഡും ഹോർമോണും അതുപോലുള്ള കാര്യങ്ങളൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യുക. ഡൈജസ്റ്റഡ് ഫുഡ് അതുപോലുള്ള ഹോർമോണ്, എക്സ്ക്രീറ്ററി പ്രോഡക്റ്റ് ഒക്കെ ബോഡിയുടെ ഒരു പാർട്ടിൽ നിന്നും അടുത്ത പാർട്ടിലോട്ട് എന്ത് ചെയ്യുക? ട്രാൻസ്പോർട്ട് ചെയ്യുക. ഇതാണ് എന്തിൻ്റെ ഫങ്ഷൻ? പ്ലാസ്മയുടെ ഫങ്ഷൻ. ഇനി അടുത്ത നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബ്ലഡ് കോർപ്പസ്ക്യൂൾസ് ബാക്കി 45%ആണുള്ളതെന്ന് പറഞ്ഞു. ഈ ബ്ലഡ് കോർപ്പസ്ക്യൂൾസ് വരുന്നത് 3 എണ്ണമാണ്. 3 ടൈപ്പാണ് വരുന്നത്. ഒന്ന് RBC, രണ്ടാമത്തത് WBC, മൂന്നാമത്തത് പ്ലേറ്റ്ലെറ്റ്. RBC, WBC, പ്ലേറ്റ്ലെറ്റ്. RBC, WBC, പ്ലേറ്റ്ലെറ്റ്. RBCനെ നമ്മൾ എറിത്രോസൈറ്റ് എന്ന് പറയും. RBCനെ എറിത്രോസൈറ്റ് എന്ന് പറയും. എറിത്രോസൈറ്റ്. അതുപോലെ തന്നെ WBCനെ നമ്മൾ ലൂക്കോസൈറ്റ് എന്ന് പറയും. ലൂക്കോസൈറ്റ്. അതുപോലെ തന്നെ ലൂക്കോസൈറ്റ്. പ്ലേറ്റ്ലെറ്റിനെ നമ്മൾ എന്തെന്ന് പറയും? ത്രോംബോസൈറ്റ് എന്ന് പറയും. പ്ലേറ്റ്ലെറ്റിനെ എന്തെന്ന് പറയും? ത്രോംബോസൈറ്റ് എന്ന് പറയും. പ്ലേറ്റ്ലെറ്റിന് ത്രോംബോസൈറ്റ്. ഓക്കെ, ഇതാണ് ആദ്യം വരുന്ന ഡിവിഷൻ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത നോക്കാം. ഈ WBCനെ തന്നെ നമുക്ക് WBC 5 ടൈപ്പ് ഉണ്ട് മൊത്തം. 5 ടൈപ്പ് എന്ന് പറയുമ്പോൾ അതിൽ ഗ്രാന്യൂൾസ് ഉള്ളത്, അതായത് അതിൻ്റെ സൈറ്റോപ്ലാസം നോക്കിക്കഴിഞ്ഞാൽ ഗ്രാന്യൂൾസ് ഉണ്ട് എങ്കിൽ അതിന് നമ്മൾ ഗ്രാനുലോസൈറ്റ്സ് എന്ന് പറയും. ഗ്രാനുലോസൈറ്റ്സ് നിങ്ങൾ പേടിക്കേണ്ട. അത് വരുന്നത് ഈസോഫിൽ, ബേസോഫിൽ, ന്യൂട്രോഫിൽ. ഫില്ലുള്ളത് ഇതെന്ത് പറയും? ഗ്രാനുലോസൈറ്റ്. WBCനെ 2 ആയിട്ട് വേണമെങ്കിൽ തിരിക്കാം. ഒന്ന് ഗ്രാന്യൂളുള്ള സൈറ്റോപ്ലാസം നോക്കിയാൽ ഗ്രാന്യൂൾസ് ഉള്ളത്, ഗ്രാന്യൂൾസ് ഇല്ലാത്തത്. ഗ്രാന്യൂൾസ് ഇല്ലാത്തതിനെ നമ്മൾ അഗ്രാനുലോസൈറ്റ് എന്ന് പറയും. ഓക്കെ, അഗ്രാനുലോസൈറ്റ്. ഓക്കെ,
ഇതാണ് WBCൻ്റെ ക്ലാസിഫിക്കേഷനായിട്ട് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഓരോന്നിനും വെച്ച് നോക്കാം. ആദ്യം RBCനെ നോക്കാം. RBCൻ്റെ ഞാൻ ഓൾറെഡി പറഞ്ഞു. RBC അറിയപ്പെടുന്നത് റെഡ്, RBCയുടെ ഫുൾ ഫോം റെഡ് ബ്ലഡ് കോർപ്പസ്ക്യൂൾ. റെഡ് ബ്ലഡ് കോർപ്പസ്ക്യൂൾ. ഓക്കെ, RBC റെഡ് ബ്ലഡ് കോർപ്പസ്ക്യൂൾ അല്ലെങ്കിൽ എറിത്രോസൈറ്റ് എന്ന് പറയും. എറിത്രോസൈറ്റ്. RBC എന്ന് പറയുമ്പോൾ നിങ്ങൾ ഫുള്ള് ആറിൻ്റെ കളിയാണെന്ന് ഓർക്കണം. ഓക്കെ, ആറിൻ്റെ കളിയാണെന്ന് ഓർക്കണം. കാരണം 6 എന്ന നമ്പർ എനിക്ക് പിന്നീട് ആവശ്യം വരും. ഇത് നിങ്ങൾക്കറിയാം. ഓക്കെ, ദെൻ നിങ്ങൾക്കറിയാം ഇംഗ്ലീഷിൽ 6 എന്ന് പറയുന്ന 18ാമത്തെ ലെറ്ററും B 2ാമത്തെ ലെറ്ററും ഇതിൻ്റെ ആവശ്യമുണ്ട്. അത് ഞാൻ എന്തിനാണെന്ന് പിന്നീട് പറഞ്ഞുതരാം. ഈ RBCയും ഫോം ചെയ്യുന്ന റെഡ് ബോൺ മാരോ എന്നാണ്. ബോൺ മാരോ എന്നാണ് RBCയും ഫോം ചെയ്യുന്നത്. ഓക്കെ, ദെൻ എംബ്രിയോണിക് സ്റ്റേജിലാണെങ്കിൽ ചില സമയത്ത് ഈ ലിവറിൽ ഇതിൻ്റെ ഫോർമേഷൻ നടക്കാറുണ്ട്. ഇനി എന്തിനാണ് ഈ 18 ഉണ്ടെന്ന് പറഞ്ഞുതരാം. RBCയുടെ ലൈഫ് സ്പാൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യമേ ഈ 18 കൂട്ടുക. എത്ര വരും? 20. പിന്നെ 6ൻ്റെ കളി ഉണ്ടെന്ന് പറഞ്ഞില്ലേ. സോ 20 × 6 120. സോ 20 ടു 120 ഡേയ്സ് ആയിരിക്കും ഇതിൻ്റെ ലൈഫ് സ്പാൻ വരുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ ഏജ് വരുന്നത്. ഓക്കെ, ദെൻ ഇത് നശിക്കുന്നത് സ്പ്ലീനിൽ വെച്ചിട്ടാണ്. RBC നശിക്കുന്നത് അല്ലെങ്കിൽ ഡിസ്ട്രക്ഷൻ സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്പ്ലീനിനെ ഗ്രേവ് ഓഫ് RBC എന്ന് പറയാറുണ്ട്. RBCയുടെ ശവക്കല്ലറ എന്ന് പറയാറുണ്ട്. ഓക്കെ, RBC നിങ്ങൾക്ക് അറിയാം. RBC എന്ന് പറയുന്നത് ചുവപ്പ് കളറാണ്. ഈ ചുവപ്പ് കളറിന് കാരണം എന്നു പറയുന്നത് ഒരു പിഗ്മെൻ്റ് ആണ്. ഓക്കെ, അല്ലെങ്കിൽ അതിനകത്ത് ഹീമോഗ്ലോബിൻ ഉള്ളത് കൊണ്ടാണ് നമുക്ക് എന്തുള്ള ചുവപ്പ് കളർ കിട്ടുന്നത്. RBCക്ക് ചുവപ്പ് കളർ കിട്ടുന്ന എന്താണ്? ഹീമോഗ്ലോബിൻ ഉള്ളതുകൊണ്ട്. ദെൻ ഈ ഹീമോഗ്ലോബിൻ എന്ന് നമ്മൾ പറഞ്ഞു. ഈ ഹീമോഗ്ലോബിൻ കണ്ടെയ്ൻ ചെയ്യുന്ന മൂലകം അയണാണ്. അതെങ്ങനെ ഓർക്കാം? ഹേമറ്റൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. ഹേമറ്റൈറ്റ് അയണിൻ്റെ ഓറാണ്. അപ്പോൾ ഹീം എന്ന് പറയുമ്പോൾ അയൺ ഓർത്ത് വെക്കുക. അയൺ കണ്ടെയ്നിങ് കോമ്പൗണ്ടാണ്. ഓക്കെ, ഹീം എന്ന് പറയുന്നത്. ഇനി ഹീമോഗ്ലോബിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞു. ഇനി അടുത്തത് ബ്ലഡ് എടുത്തു കഴിഞ്ഞാൽ എത്രയാണ് അതിൽ RBC ഉള്ളതെന്ന് നമുക്കറിയാം. ഓൾറെഡി ഞാൻ പറഞ്ഞു 6ൻ്റെ കളിയാണ്. സോ 6ൻ്റെ ഒരു മൾട്ടിപ്പിൾ അല്ലേ 12. സോ 12 × 16 ഗ്രാം. 100 മില്ലി എടുത്തു കഴിഞ്ഞാൽ 100 മില്ലി ബ്ലഡ് എടുത്തു കഴിഞ്ഞാൽ അതിൽ 12 × 16 RBC ഉണ്ടാവും. ഓക്കെ, RBC ഉണ്ടാവും. RBCയുടെ മെയിൻ ഫങ്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് ലങ്സിൽ നിന്ന് ബോഡിയുടെ വിവിധ സെല്ലുകളിലോട്ട് എത്തിക്കുക. ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള തിരിച്ച് അവിടെ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് നിറഞ്ഞിട്ടുള്ള എന്തെത്തിക്കുക? ബ്ലഡ് ലങ്സിലോട്ട് എത്തിക്കുക. ഇതാണ് ഈ പറയുന്ന RBCയുടെ ഫങ്ഷനായിട്ട് വരുന്നത്. ഓക്കെ, RBCയുടെ ഫങ്ഷനായിട്ട് വരുന്നത്. ഇനി ഈ RBCയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന അസുഖമാണ് അനീമിയ എന്ന് പറയുന്നത്. RBCയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന അസുഖമാണ് ഇതെന്ന് പറയുന്ന അനീമിയ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഒന്ന് ഓർത്ത് വെക്കണം. ഇത് കൂടാതെ തന്നെ ഈ ഹീമോഗ്ലോബിൻ കാർബൺ മോണോക്സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയുടെ പുകയെന്നൊക്കെ വരുന്ന ഐറ്റമാണ്. ഈ കാർബൺ മോണോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്ത് കാർബോക്സി ഹീമോഗ്ലോബിൻ ഫോം ചെയ്യാറുണ്ട്. അതും ഇതിൻ്റെ കൂട്ടത്തിൽ നിങ്ങളൊന്ന് ഓർത്ത് വെക്കുന്നത് നല്ലതായിരിക്കും. ഇനി RBC മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റാണ് ഹീമോസൈറ്റോമീറ്റർ. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഹീമോഗ്ലോബിൻ ഉണ്ടല്ലോ, അപ്പോൾ ഹീമോസൈറ്റോമീറ്റർ നമുക്ക് അങ്ങനെ വേണമെങ്കിൽ കണക്ട് ചെയ്യാം. നമ്പർ ഓഫ് RBC മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ്. ഇതാണ് നമുക്ക് ആദ്യമേ നോക്കാനുള്ളത്. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ WBC ഞാൻ പറഞ്ഞു. ലൂക്കോസൈറ്റ് എന്നറിയപ്പെടുന്ന ഏതാണ്? WBC. ഓക്കെ, 5 ടൈപ്പാണുള്ളത്. അതിൽ
നമുക്ക് ഗ്രാനുൾസിൻ്റെ അടിസ്ഥാനത്തിൽ തരംതിരിച്ച് കഴിഞ്ഞാൽ ഗ്രാനുലോസൈറ്റ്, അഗ്രാനുലോസൈറ്റ്. ദെൻ അതിൽ തന്നെ വരുന്നതാണ് ഈസോഫില്, ബേസോഫില്, ന്യൂട്രോഫില്, മോണോസൈറ്റ്, ലിംഫോസൈറ്റ്, മോണോസൈറ്റ്, ലിംഫോസൈറ്റ്. ഇതിൻ്റെയും ഈ ഡബ്ല്യു ബി സിൻ്റെയും ഫോർമേഷൻ നടക്കുന്നത് ബോൺ മാരോ, ലിംഫ് അവിടെയൊക്കെയാണ് നടക്കുന്നത്. ദെൻ മലയാളത്തിൽ നമ്മൾ ഡബ്ല്യു ബി സിനെ ശ്വേത രക്താണുക്കൾ എന്ന് പറയും. ശ്വേത രക്താണുക്കൾ എന്ന് പറയും. നമ്മൾ അവിടെ പഠിച്ച എല്ലാ കാര്യങ്ങളും ഇവിടെയും പഠിക്കാനുണ്ട്. ലൈഫ് സ്പാൻ പഠിക്കാനായിട്ട് ഡബ്ല്യുവിനെ നേരെ തിരിച്ചിട്ട് കഴിഞ്ഞാൽ 3 വരും അല്ലേ. സോ 13 ഡേയ്സ് തൊട്ട് 20 ഡേയ്സ് വരെയാണ് എന്ത് വരുന്നത്, ലൈഫ് സ്പാൻ വരുന്നത്. ദെൻ 6000 to 8000 ഒരു ക്യൂബിക് മില്ലിമീറ്റർ ബ്ലഡിൽ, ഒരു ക്യൂബിക് മില്ലിമീറ്റർ ബ്ലഡ് എടുത്തു കഴിഞ്ഞാൽ ഇത്രയുമാണ് ഇതിൻ്റെ ഡബ്ല്യു ബി സിൻ്റെ അളവ് വരുന്നത്. പിന്നെ അവിടെ പറയാൻ വിട്ടുപോയൊരു കാര്യം ഉണ്ടായിരുന്നു. ആർ ബി സിക്ക് ന്യൂക്ലിയസ് ഇല്ല, പക്ഷേ ഡബ്ല്യു ബി സിക്ക് ന്യൂക്ലിയസ് ഉണ്ട്. ഓക്കെ, ഈ ഡബ്ല്യു ബി സിയിൽ തന്നെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ന്യൂട്രോഫിലാണ്. ഡബ്ല്യു ബി സിയിൽ ഏറ്റവും കൂടുതൽ, ഏകദേശം 60 to 65% ഡബ്ല്യു ബി സി പാർട്ട് ഓഫ് ഡബ്ല്യു ബി സി ന്യൂട്രോഫില്ലായിരിക്കും. ഓക്കെ, ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ദെൻ ലിംഫോസൈറ്റ് എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് ലൂക്കോസൈറ്റ് ആണ്. ഇതും ബോൺ മാരോയിൽ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഇത് 2 ടൈപ്പ് ഉണ്ട്, ബിയും ടിയും. ബി ലിംഫോസൈറ്റ് എന്നും ടി ലിംഫോസൈറ്റ് എന്നും ഉണ്ട്. നമ്മുടെ ബോഡിക്ക് ഇമ്മ്യൂൺ സിസ്റ്റം രോഗങ്ങളിൽ നിന്നൊക്കെ പ്രതിരോധിക്കുന്നത് ഈ പറയുന്ന ലിംഫോസൈറ്റുകളാണ്. ഇനി ഏറ്റവും അവസാനം വരുന്നതാണ് 3ാമത്തെ കോർപ്പസ്ക്യൂളാണ് ത്രോംബോസൈറ്റ് എന്നറിയപ്പെടുന്ന പ്ലേറ്റ്ലെറ്റുകൾ. ഈ പ്ലേറ്റ്ലെറ്റിൻ്റെ ഫോർമേഷൻ എവിടെയാണ് നടക്കുന്നത്? നമ്മുടെ ബോൺ മാരോയിലാണ്. ഓക്കെ, 8 തൊട്ട് 9 ദിവസം വരെയാണ് ലൈഫ് സ്പാന്. ഒരു ഹെൽത്തി ആയിട്ട് ഒരാളുടെ ബോഡി എടുത്തു കഴിഞ്ഞാൽ 1.5 ലക്ഷം തൊട്ട് 4.5 ലക്ഷം വരെയാണ് നമ്മുടെ എന്തിൻ്റെ അളവ് ഒരു ക്യൂബിക് മില്ലിമീറ്ററിൽ, ഒരു മില്ലിമീറ്റർ ക്യൂബിൽ എന്തിൻ്റെ അളവ്, പ്ലേറ്റ്ലെറ്റിൻ്റെ അളവായിട്ട് വരുന്നത്. നമ്മുടെ ബ്ലഡ് ക്ലോട്ട് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് ബ്ലഡ് ക്ലോട്ടിംഗ് ആണ്. നമ്മൾക്ക് ഡെങ്കു ഒക്കെ വരുവാണെങ്കിൽ ഈ പ്ലേറ്റ്ലെറ്റിൻ്റെ കൗണ്ട് ഭയങ്കരമായിട്ട് കുറയും. അപ്പോൾ ഡെങ്കു ഒക്കെ വരുമ്പോൾ ബ്ലഡ് ടെസ്റ്റ് എടുത്തു കഴിഞ്ഞിട്ട് അവരാദ്യം ചെക്ക് ചെയ്യുന്നത് പ്ലേറ്റ്ലെറ്റിൻ്റെ അളവിൽ കുറവുണ്ടോ എന്നാണ്. ഓക്കെ, അപ്പോൾ നമ്മളൊന്ന് ഓർത്ത് വെക്കുക. ബ്ലഡ് ക്ലോട്ടിംഗ് ആണ് മെയിൻ ആയിട്ടുള്ള ഫങ്ഷൻ വരുന്നത് എന്തിൻ്റെ, നമ്മുടെ പ്ലേറ്റ്ലെറ്റിൻ്റെ. ഓക്കെ, ദെൻ വേറെ കാര്യം പറയാൻ വിട്ടുപോയി. നമുക്ക് ഇടയ്ക്ക് എക്സാമിന് ആർ ബി സി ടു ഡബ്ല്യു ബി സി റേഷ്യോ ചോദിക്കാറുണ്ട്. ഞാൻ ആർ ബി സി പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് പറഞ്ഞ ആറിൻ്റെ കളിയാന്ന് പറഞ്ഞു. സോ സിമ്പിളാണ്, 6 എഴുതുക, 2 0 ഇടുക, 600:1 ആയിരിക്കും ആർ ബി സി ടു ഡബ്ല്യു ബി സി റേഷ്യോ നമുക്ക് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോകാം. വാട്ട് ഈസ് ദ ലിക്വിഡ് കമ്പോണൻറ്റ് ഓഫ് ബ്ലഡ്? SSC JEE 2020 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് പ്ലേറ്റ്ലെറ്റ്. ഇത് ഓൾറെഡി നമ്മൾ കണ്ട്, പ്ലാസ്മ ഓൾറെഡി നമ്മൾ കണ്ടായിരുന്നു. ലിക്വിഡ് കമ്പോണൻ്റ് ഏതാണ്? പ്ലാസ്മ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ ബ്ലഡ് ഗ്രൂപ്പ് AB. അപ്പോൾ ബ്ലഡ് ഗ്രൂപ്പുമായിട്ട് റിലേറ്റ് ചെയ്താണ്. ബ്ലഡ് ഗ്രൂപ്പിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ബ്ലഡ് ഗ്രൂപ്പ് കണ്ടുപിടിച്ചത് 1900 ലാൻഡ്സ്റ്റെയ്നറാണ്. ഓക്കെ, ബ്ലഡുമായിട്ട് റിലേറ്റ് ചെയ്ത് വേറെ വരുന്നൊരു സയൻറ്റിസ്റ്റ് ഉണ്ട്, ഹാർവി ഉണ്ട്. അത് ബ്ലഡ് സർക്കുലേഷൻ കണ്ടുപിടിച്ച, ഇത് ബ്ലഡ് ഗ്രൂപ്പ് കണ്ടുപിടിച്ചാണ്. ഇതിന് അദ്ദേഹത്തിന് 1930 എന്ത് കിട്ടി? നോബൽ പ്രൈസും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി നമ്മൾ ബ്ലഡ് ഗ്രൂപ്പ് പറയുന്നതിന് മുമ്പ് വേറെ കാര്യം പറയാനുണ്ട്. അതായത് ഈ നമ്മൾ കണ്ട ആർ ബി സിയിൽ ഒരു പ്രത്യേക തരം പ്രോട്ടീൻ, ഗ്ലൈക്കോ പ്രോട്ടീൻ എന്ന് പറയും. ഈ ചില ഗ്ലൈക്കോ പ്രോട്ടീനുകൾ കാണപ്പെടും. അതിനെയാണ് നമ്മൾ സത്യം പറഞ്ഞ ആൻറ്റിജൻ എന്ന് പറയുന്നത്. നമ്മൾ ഒരാൾക്ക് ബ്ലഡ് കൊടുക്കുമ്പോൾ ചെക്ക് ചെയ്യുന്നത് ഈ ആൻറ്റിജനെയാണ്. നമ്മൾക്ക് ഒരാൾക്ക് ബ്ലഡ് കൊടുക്കുമ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഈ ആർ ബി സിയിലുള്ള ആൻറ്റിജനെയാണ്. ആൻറ്റിജൻ 2 ടൈപ്പാണ് ഉള്ളത്. ആൻറ്റിജൻ എ എന്നും ആൻറ്റിജൻ ബി എന്നും പറഞ്ഞ് 2 ടൈപ്പാണ് ഉള്ളത്. ഇതിൻ്റെ പ്രസൻസ് അനുസരിച്ച് നമ്മൾ ബ്ലഡ് ഗ്രൂപ്പിനെ ABC എന്ന് നമ്മൾ എന്ത് ചെയ്യും, പേര് ചെയ്യും. ആൻറ്റിജൻ എ ഉള്ളതാണ് ബ്ലഡ് ഗ്രൂപ്പ് A.
ആൻറ്റിജൻ എ ഉള്ളതാണ് ബ്ലഡ് ഗ്രൂപ്പ് എ. ആൻറ്റിജൻ ബി ഉള്ളതാണ് ബ്ലഡ് ഗ്രൂപ്പ് ബി. ഇനി ഇത് രണ്ടും ഉള്ളത്, എയും ബിയും ഉള്ളതാണ് ഏതെന്ന് പറയുന്ന എ ബി എന്ന് പറയുന്നത്, എ ബി ബ്ലഡ് ഗ്രൂപ്പ്. ഇനി ആൻറ്റിജൻ ഒന്നുമില്ലാത്തത്, ആൻറ്റിജൻ ഒന്നുമില്ലാത്തതാണ് ഒ. അപ്പോൾ ഞാൻ പറഞ്ഞു ബ്ലഡ് കൊടുക്കുമ്പോൾ ഈ കൊടുക്കുന്ന ആളുടെ ബ്ലഡിൻ്റെ ആൻറ്റിജനാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഓയിൽ രണ്ട് ആൻറ്റിജനും ഇല്ല, ആൻറ്റിജൻ ഒന്നും ഇല്ലാത്ത കൊണ്ട് ഇതെന്തായിരിക്കും, യൂണിവേഴ്സൽ ഡോണർ ആയിരിക്കും. ആർക്ക് വേണേലും ഇവന് കൊടുക്കാൻ പറ്റും, യൂണിവേഴ്സൽ ഡോണർ ആയിരിക്കും. ഇനി സ്വീകരിക്കുന്ന ആളുടെ പ്ലാസ്മയിൽ, ബ്ലഡ് പ്ലാസ്മയിൽ ഈ ആൻറ്റിജൻ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ഐറ്റം ഉണ്ട്, ഒരു പ്രോട്ടീൻ ഉണ്ട്, അതിൻ്റെ പേരാണ് ആൻറ്റിബോഡി എന്ന് നമ്മൾ പറയും. സ്വീകരിക്കുന്ന ആളുടെ, അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിലൊക്കെ ഉണ്ട് ആൻറ്റിബോഡി. ഓക്കെ, ആൻറ്റിബോഡി അതായത് അത് ബ്ലഡ് പ്ലാസ്മയിലുള്ള ഈ ആൻറ്റിജൻ ഓപ്പോസിറ്റ് ആയിട്ടുള്ള പ്രോട്ടീനാണ് ആൻറ്റിബോഡി എന്ന് പറയും. അപ്പോൾ നമ്മൾ ബ്ലഡ് സ്വീകരിക്കുമ്പോൾ ആൻറ്റിബോഡി അനുസരിച്ചിട്ടാണ് നമുക്ക് കാര്യങ്ങൾ നോക്കുന്നത്. അപ്പോൾ ഒരിക്കലും ഇപ്പം ആൻറ്റിജൻ എയും ആൻറ്റിബോഡീനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം, എ എന്നും ബി എന്നും പറഞ്ഞ് തിരിക്കാം. ഇപ്പോൾ ബ്ലഡ് ഗ്രൂപ്പ് എ ആണെങ്കിൽ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ആൻറ്റിബോഡി എന്ന് പറയുന്ന ബി ആയിരിക്കും, ആൻറ്റിബോഡി എന്ന് പറയുന്ന ബി ആയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ ബി ആണെങ്കിൽ ആൻറ്റിബോഡി എ ആയിരിക്കും വരുന്നത്, നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും വരുന്നത്. ഓക്കെ, ഞാൻ അവിടെ തന്നെ ആദ്യം തന്നെ പറയാൻ നേരത്ത് പറഞ്ഞു ഓപ്പോസിറ്റ് ആയിരിക്കും വരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓവിൻ്റെ കേസിൽ ഓ എടുത്തു കഴിഞ്ഞാൽ അവിടെ ആൻറ്റിബോഡി എയും കാണും ബിയും കാണും. പക്ഷേ എ ബി എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ആൻറ്റിബോഡി ഒന്നും ഉണ്ടാകത്തില്ല. ആൻറ്റിബോഡി ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് ആരുടെ വേണേലും ബ്ലഡ് സ്വീകരിക്കാൻ പറ്റും. യൂണിവേഴ്സൽ എന്തായിട്ട് മാറും, അക്സെപ്റ്റർ ആയിട്ട് മാറും. സ്വീകരിക്കാൻ പറ്റും, അക്സെപ്റ്റർ ആയിട്ട് മാറും. ഓക്കെ, ആൻറ്റിബോഡി ഒന്നുമില്ലാത്തതുകൊണ്ട്. ഓക്കെ, ഇനി സപ്പോസ് ഞാൻ ആൻറ്റിജൻ എയും ആൻറ്റിബോഡി എയും തമ്മിലുള്ള ബ്ലഡ് മിക്സ് ചെയ്തെന്ന് വിചാരിക്കാം, ട്രാൻസ്ഫ്യൂസ് ചെയ്തെന്ന് വിചാരിക്കാം. അങ്ങനെ വരുമ്പോൾ സംഭവിക്കുന്നതാണ് അഗ്ലൂട്ടിനേഷൻ എന്ന് പറയും. ആ ബ്ലഡ് സ്പോയിലാകും, എന്നിട്ട് എന്ത് സംഭവിക്കും, അഗ്ലൂട്ടിനേഷൻ എന്ന് പറയും. അഗ്ലൂട്ടിനേഷൻ സംഭവിക്കും. ഒരിക്കലും എന്ത് പറ്റില്ല, ആൻറ്റിജൻ എയും ആൻറ്റിബോഡി ബി എയും തമ്മിൽ ട്രാൻസ്ഫ്യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ നേരെ തിരിച്ചും ആൻറ്റിജൻ ബിയും ആൻറ്റിബോഡി ബിയും അങ്ങനെ വരുമ്പോൾ സംഭവിക്കുന്നതാണ് അഗ്ലൂട്ടിനേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്. ഇതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. അതുപോലെ തന്നെ 1940 ഇതേ ലാൻസ്റ്റെയറിനും അതുപോലെ തന്നെ വീനർ എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റും കൂടി ചേർന്നിട്ട് ഒരു പ്രത്യേകതരം ആൻറ്റിജൻ ബ്ലഡിൽ കണ്ടുപിടിക്കും. അത് റീസസ് മങ്കി എന്നാണ് കണ്ടുപിടിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ആൻറ്റിജനെ അവർ RH എന്ന് പറഞ്ഞു, RH ഫാക്ടർ എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ഉള്ള ബ്ലഡ്, RH ഫാക്ടർ ഫൗണ്ട് ചെയ്യുന്ന ബ്ലഡിനെ RH പോസിറ്റീവ് എന്നും ഇല്ലാത്തത് RH നെഗറ്റീവ് എന്നും കൊടുത്തു. RH ഫാക്ടർ ഇല്ലാത്ത RH നെഗറ്റീവ്. ഓക്കെ, ഇനി സപ്പോസ് ഒരു ഫാദർ RH പോസിറ്റീവും അതുപോലെ തന്നെ മദർ RH നെഗറ്റീവും ആണെങ്കിൽ ഇവരുടെ ഉണ്ടാകാൻ പോകുന്ന ചൈൽഡ് ഒന്നെങ്കിൽ സ്പോട്ടിൽ പ്രഗ്നൻസിയുടെ ടൈമിൽ തന്നെ മരിച്ചു പോകും, അല്ലെങ്കിൽ ഒരു കുറച്ച് കാലയളവിലെ ജീവിക്കുകയുള്ളൂ. ഈ ഒരു എന്താ പറയുക കണ്ടീഷനെ നമ്മൾ എന്തെന്ന് പറയും, എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ് എന്ന് പറയും. എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ് എന്ന് പറയും. നമ്മുടെ എക്സാമിന് എവിടെയോ ചോദിച്ച് കണ്ടിട്ടുണ്ട്, അതും ഒന്ന് ഓർത്ത് വെച്ചേക്കാം. മീൻസ് എക്സാം എന്ന് പറഞ്ഞത് കോമ്പറ്റീറ്റീവ് എക്സാമിന് RH പോസിറ്റീവുള്ള ഫാദറും മദർ RH നെഗറ്റീവും ആണെങ്കിൽ ഉണ്ടാകുന്ന കൊച്ച് എന്ത് ചെയ്യും, പ്രഗ്നൻസി ടൈമിൽ തന്നെ മരിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു കണ്ടീഷനാണ് എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് തിരിച്ചു വരാം. ബ്ലഡ് ഗ്രൂപ്പ് എ ബിൻ്റെ അകത്ത്, എ ബി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം യൂണിവേഴ്സൽ
റിസപ്റ്ററാണ്. സോ ആൻറ്റിബോഡി ഒന്നും തന്നെ ഉണ്ടാകത്തില്ല. ഇതിനകത്ത് എന്ത് ചെയ്യത്തില്ല? നോ ആൻറ്റിബോഡീസും ഒന്നും ഉണ്ടാകത്തില്ല. SSC CGL 2016 പക്ഷെ പ്രശ്നമില്ല, GK അല്ലേ, അപ്ഡേറ്റ് ഔട്ട് ഡേറ്റ് ആകത്തില്ല. യൂണിവേഴ്സൽ ഡോണർ എന്നറിയപ്പെടുന്ന, എല്ലാവർക്കും കൊടുക്കാൻ പറ്റുന്ന ഏതാണ്? O ഗ്രൂപ്പാണ്. SSC CGL 2016 തന്നെ ക്വസ്റ്റ്യനാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ, ബ്ലഡിൽ RBCയുടെ അളവ് കൂടിക്കഴിഞ്ഞാൽ, എന്ന് നമ്മൾ പറഞ്ഞില്ലായിരുന്നു, RBCയുടെ അളവ് കൂടിക്കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു കണ്ടീഷനെ പറയുന്ന പേരാണ് പോളിസൈത്തീമിയ, അല്ലെങ്കിൽ ചില സ്ഥലത്ത് എറിത്രോറ്റോസൈസിസ് എന്നും പറയാറുണ്ട്. ജസ്റ്റ് ഓർത്ത് വെച്ചേക്കുക, പോളിസിത്തീമിയ. ഓക്കെ, ഇതും നമ്മുടെ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ദെൻ 2019 SSC JEE എക്സാമിന് ചോദിച്ചാണ് ബ്ലഡിൻ്റെ pH ലെവൽ. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഒരു 7.35 തൊട്ട് 7.45 വരെയാണ്. സോ ഓപ്ഷൻ D ആണ് വരുന്നത്. അപ്രോക്സിമേറ്റ് ആണ് ആൻസർ പറഞ്ഞിരിക്കുന്നത്. ബേസിക് നേച്ചർ ആണെന്നും നമ്മൾ പറഞ്ഞായിരുന്നു. വാട്ട് ഈസ് ദ മെയിൻ പർപ്പസ് ഓഫ് WBC? വൈറ്റ് ബ്ലഡ് കോർപ്പസ്ക്യൂൾസ് എന്ന് പറയുമ്പോൾ WBC ആണ്. ഇതും SSC CGL ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, മെയിൻ ഫംഗ്ഷൻ എന്തായിരുന്നു? ഇമ്മ്യൂണിറ്റി ആയിരുന്നു. ഇമ്മ്യൂണിറ്റി. സോ ടു കോംബാറ്റ് ഇൻഫെക്ഷൻ, ഇമ്മ്യൂണിറ്റി ആയിരുന്നു മെയിൻ ഫംഗ്ഷൻ. ഓക്കെ, അടുത്ത SSC CPO 2019 ചോദിച്ചാണ് വിത്തിൻ വാട്ട് pH റേഞ്ച് ഹ്യൂമൻ ബോഡി വർക്ക്? ഓക്കെ, ഏത് pH ലെവലാണ് ഹ്യൂമൻ ബ്ലഡ് ആയിരുന്നു ക്വസ്റ്റ്യനിൽ വന്നത്. 7 to 7.8 ആയിരുന്നു ആൻസർ. ഡാഷ് ആർ മോസ്റ്റ് അബുണ്ടൻറ്റ് സെൽ ഇൻ ബ്ലഡ്, അതായത് ബ്ലഡിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന സെല്ല് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഏതാണ് വരുന്നത്? RBC ആയിരുന്നു. RBC. ഓക്കെ, RBC ഏതായിരുന്നു? എർത്രോസൈറ്റ്. സോ ഓപ്ഷൻ B ആയിരുന്നു ഇതിൻ്റെ ആൻസർ. SSC JEE 2019 ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ, വിച്ച് ഓഫ് ദ ഫോളോയിങ് എലമെന്റ് ഫൗണ്ട് ഇൻ ഹീമോഗ്ലോബിൻ? ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, അയൺ ആണ്. ഹീം. ഓക്കെ, 2018 SSC JEE ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഓൺ ആൻ ആവറേജ് how many million RBC cells are present in human body in adult man millimeter cube? ഓക്കെ, എത്രയാണ് RBCയുടെ വാല്യൂ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതും SSC JEE ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ RBC എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് പറഞ്ഞു? എർത്രോസൈറ്റ്സ് എന്ന് പറഞ്ഞു. ദെൻ അതിൻ്റെ ലൈഫ് സ്പാൻ പറഞ്ഞു. ഓക്കെ, ഇപ്പോൾ ക്വസ്റ്റ്യനിൽ എന്താണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്? ഇതിൽ എത്ര മില്യൺ ആണ് RBC നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ വരുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഏകദേശം എത്ര വരുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏകദേശം വരുന്നത് 4.7-നും 6-നും ഇടയിലാണ് വരുന്നത്. 5.4-നും ഇടയിലാണ് വരുന്നത്. സോ നമുക്ക് ഓപ്ഷൻ A ഇതിൽ നിന്ന് കൊടുക്കാം. ഓക്കെ, നോർമൽ റേഞ്ച് എന്ന് പറയുമ്പോൾ ഒരു 5-നും 6-നും ഇടയ്ക്കാണ് വരുന്നത്. സോ ഓപ്ഷൻ A ആണ് ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. ബ്ലഡ് ഈസ് റെഡ് ഇൻ കളർ ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് SSC CGL 2014 ചോദിച്ചാൽ അറിയാം, ഹീമോഗ്ലോബിൻ. RBC have an average lifespan of 120 days, after which destroyed in the graveyard of RBC. സ്പ്ലീൻ ആണ് വരുന്നത്. SSC JEE 2017 ക്വസ്റ്റ്യൻ ആണ്. A condition characterized by the abnormal increase in red cells in circulatory blood. Okay,
ആക്ച്വലി RBC ആണ് ചോദിച്ചത്, SSC-JEE ആണ്, 2020 ഓപ്ഷൻ ഡി ആണ് വരും. ഓക്കെ, ഓപ്ഷൻ ഡി. ഓക്കെ, ഇതിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമായി ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഓക്കെ, ഇത് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. What is the average life of RBC in human body? ഓക്കെ, RBCൻ്റെ ആവറേജ് ലൈഫ് സ്പാൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു, അറൗണ്ട് 120 ഡേയ്സ്. SSC-JEE 2018 ക്വസ്റ്റ്യൻ ആണ്. A person with the blood group is called universal donor. Universal donor പറയുന്നത് ഏതാണ്? യൂണിവേഴ്സൽ ഡോണർ. ഓക്കെ, ഇപ്പോൾ നമുക്കിവിടെ O എന്നുള്ളതിന് O നെഗറ്റീവും കൊടുത്തിട്ടുണ്ട്, O പോസിറ്റീവും കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ നേരത്തെ കറക്റ്റായിട്ട് പറഞ്ഞില്ല. O പോസിറ്റീവാണ്. O എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. O പോസിറ്റീവാണ് യൂണിവേഴ്സൽ ഡോണറായിട്ട് വരുന്നത്. ഓക്കെ, ദെൻ യൂണിവേഴ്സൽ റെസിപ്പിയൻ്റ് വരുന്നത് AB പോസിറ്റീവാണ്. അതും ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, O നെഗറ്റീവാണ്, സോറി തിരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. SSC-GD ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ബോത്ത് ഹീമോഗ്ലോബിൻ ആൻഡ് മയോഗ്ലോബിൻ റിക്വയർസ് അയൺ ഫോർ ദ ഫോർമേഷൻ. ഹീമോഗ്ലോബിനും മയോഗ്ലോബിനും എന്തിൻ്റെ ഫോർമേഷൻ ആവശ്യമുണ്ട്? അയണ് ഇതിൻ്റെ ഫോർമേഷൻ ആവശ്യമുണ്ട്. SSC-CGL 2019 ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇതാണ് നമുക്ക് നോക്കാനുള്ള ക്വസ്റ്റ്യനുകൾ. സോ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഇടയ്ക്ക് ഞാൻ ഒരു ക്വസ്റ്റ്യനിൽ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. O നെഗറ്റീവാണ്, അത് ഞാൻ ഒന്നുകൂടി ഓർമ്മിക്കുന്നു. ഓക്കെ, താങ്ക് യു.